പ്രശസ്തിയാണ്. നാളെ രാവിലെ പത്രത്തിൽ ഫോട്ടോ അടിച്ച് വന്നേനെ കള്ളക്കടത്ത് പേരില്. മോള് ജോലി നേടിയല്ലോ. നിർത്ത് മോള് വിഷമിക്കാതെ. ഈ പറഞ്ഞൊന്നും മോളോടുള്ള ദേഷ്യം കൊണ്ടല്ല, മോളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ നീ നിരപരാധിയാണ്, നീ കൂടെ കയറി പോയാനെ. ഈ കൂടെ ഉള്ളവർ എങ്ങനെയാണെന്ന് നിനക്ക് അറിയാൻ പറ്റുമായിരുന്നോ? ഇപ്പൊ തന്നെ 3 കുട്ടികളാണ് കൂടെ ഉള്ളത്, മനസ്സിലായോ? അപകടം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ മനസ്സിലാവൂല. ഇപ്പൊ ഈ കള്ളക്കടത്തുകാരും ഈ മാഫിയൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ ഈ പെൺകുട്ടികളാണ് മുതലെടുക്കുന്നത്, അവരെയാണ് കൂടെ കൊണ്ടുപോകുന്നത്. അപ്പൊ സേഫാണ്. നിന്നോടുള്ള ദേഷ്യം കൊണ്ടുള്ള ഞങ്ങളൊന്നും പറയുന്നത്. ഒരു കോളേജിൽ പല സാഹചര്യത്തിലുള്ള പല തരത്തിലുള്ള പിള്ളേരുണ്ടാവും, ആണോ അല്ലയോ? അവര് നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? പെട്ടെന്ന് ചാടി കയറി ഒരു ഫ്രണ്ട്സിനെ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. സെലക്റ്റീവായിട്ടേ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് മതി, മനസ്സിലായോ? ചിലര് നമുക്ക് നല്ല പണി തരാറുണ്ട്. ഇപ്പൊ ഇതുപോലത്തെ ഒരു പ്രശ്നത്തിൽ നിന്ന് നീ കഷ്ടിച്ചാണോ രക്ഷപ്പെട്ടത്? ആണോ അല്ലയോ? നീ പഠിത്തവും വിവരവും ഒക്കെ ഉള്ള അറിവുള്ള കുട്ടിയല്ലേ? പത്രം നീ കാണുന്നതാണ്. എന്തൊക്കെ ന്യൂസുകളാണ് അതിൽ വരുന്നത്? ഓരോ പിള്ളേർ ഓരോരോ പ്രശ്നങ്ങളിൽ പോയി ചാടുന്നത്. നമ്മൾ അറിഞ്ഞുകൊണ്ട് പോയി ചാടിയിരുന്നെങ്കിൽ എന്തായാലും നിന്റെ ഫ്യൂച്ചർ? ഇനി കോളേജിൽ കയറ്റുമോ? നിന്റെ സമൂഹത്തിൽ എന്തൊക്കെ പറയും? നീ ആരായി തീരുമായിരുന്നു? മനസ്സിലായോ? എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുമ്പോൾ ആലോചിക്കണം. നമുക്ക് പ്രശ്നമാണോ വരാൻ പോകുന്നത്, നല്ലതാണോ വരാൻ പോകുന്നതെന്നൊക്കെ ആലോചിക്കുവോ? ശ്രദ്ധിക്കുവോ? ഇനി ഇതുപോലത്തെ എന്തെങ്കിലും അബദ്ധങ്ങളിൽ ചാടുവോ? പറയൂ അബദ്ധം? ഇല്ലല്ലോ, ഉറപ്പല്ലേ? ഇനി ഞങ്ങൾ പറയേണ്ടി വരില്ലല്ലോ. അവൾക്ക് ഇപ്പൊ എല്ലാം മനസ്സിലായിട്ട് ഇനി അവളൊന്നും പോവില്ല അല്ലേ? അവൾക്ക് മകളെ വിഷമിക്കാതെ. നമുക്കൊരു കാര്യം ചെയ്യാം. മോള് 2-3 ദിവസമായിട്ട് പറഞ്ഞേ സിനിമയ്ക്കൊക്കെ പോകണമെന്ന്. നമുക്കൊന്ന് പുറത്ത് പോയി സിനിമയ്ക്കൊക്കെ പോയി ബീച്ചിലും പാർക്കിലും ഒക്കെ പോയി മോക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഞ്ചാവൊക്കെ വലിച്ച് ചുമ്മാ പുറത്തേക്ക് പോയിട്ട് വരാം. എന്താ കണ്ട അവൾക്ക് ഇപ്പോഴും അവരോട് പോകാൻ പറ്റില്ല. മോള് കൂട്ടുകാരാകുമ്പം വിളിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു തന്നിരിക്കും. അത്രേ ഉള്ളൂ. അല്ല അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം.